ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു കഥയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഇന്നത്തെ കഥയിലെ നായികയുടെ പേര് മീര എന്നാണ് കേട്ടോ. പുറത്ത് നല്ല വെയിൽ കായുന്ന ഉച്ച സമയം ഞാൻ ഉമ്മറത്തെ സോഫയിലിരുന്ന് പത്രം മറിച്ച് നോക്കുകയായിരുന്നു. ഭർത്താവും കുട്ടികളും പോയി കഴിഞ്ഞാൽ ആ വലിയ വീട്ടിൽ ഞാനെന്നും ഒറ്റയ്ക്കായിരുന്നു. ആ നിശബ്ദതയിലേക്കാണ് ഒരു ഗേറ്റിന്റെ ശബ്ദം പെട്ടെന്ന് ഞാൻ കേട്ടത്. ഒരു ബാഗും തോളിലിട്ട് നീല ഷർട്ടും ജീൻസും അണിഞ്ഞ ഒരു യുവാവ് മുറ്റത്തേക്ക് നടന്നു വരുന്നു. ഞാൻ വാതിലിലേക്ക് ചെന്നു. ആരാ? എന്ത് വേണം? ചേച്ചി, ഇത് മേനോൻ സാറിന്റെ വീടല്ലേ? പണിക്കാരെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിവേക്, ഒരു മേസ്ത്രിയാണ് കേട്ടോ. അവൻ അത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അവനെ അടിമുടിയൊന്ന് നോക്കി. ഏകദേശം ഒരു 27 വയസ്സ് തോന്നിക്കുന്ന പരുക്കൻ സൗന്ദര്യമുള്ള ഒരു യുവാവ്. അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, ആ, അദ്ദേഹം പറഞ്ഞായിരുന്നു, പുറകുവശത്തെ ഷെഡിങ് പണിക്ക് വന്നതാണല്ലേ, അകത്തേക്ക് വന്നോളൂ കേട്ടോ. എൻ്റെ ഭർത്താവ് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, പുറകുവശത്തെ ഷെഡിന് ചെറിയ ചെറിയ മേസ്തിരി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിനായിട്ടായിരുന്നു ഇന്നത്തേക്ക് ഒരു മേസ്തിരി എന്നോട് പറഞ്ഞുവിടുമെന്ന് ആള് നേരത്തെ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ ഒരു ചിന്തകളിലായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ ഓർത്തിരുന്നില്ല. ഞാൻ അവനെ അകത്തേക്ക് വിളിച്ചു. വിവേക്, എന്നാൽ അകത്തേക്ക് കയറി വരൂ. ആ സമയമാണെന്നുണ്ടെങ്കിൽ അവൻ വീടിന്റെ ഭംഗിയും വൃത്തിയും എല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അത് കണ്ടു നിൽക്കുന്ന സമയത്ത് ഞാൻ അവനെ അടുക്കള വശത്തുള്ള വർക്ക് ഏരിയ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയി. വിവേക് ആ സമയത്ത് എന്നോടായിട്ട് പറഞ്ഞു, വീട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ചേച്ചി, ഒറ്റയ്ക്കുള്ളൂ അവിടെ താമസിക്കുന്നത്. അവനത് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു, ആ, വൈകുന്നേരം വരെ ഞാൻ മാത്രമേ കാണൂ. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ വിവേക്? ഒരുപക്ഷെ ചിലർ ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, പിന്നെ ചിലർ സ്കൂളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ, ഞാനും താനും എന്ന് പറയുന്ന പോലെ തന്നെ. വിവേക്, എന്നാൽ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചോളൂ. എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ആ സമയമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഞാനത് പറയുന്ന സമയത്ത് തന്നെ വിവേക് ബാഗ് താഴെ വെച്ചിട്ട് പണി തുടങ്ങാൻ തയ്യാറെടുത്തു. ഞാൻ അടുക്കളയിൽ ഒരു ചായ ഇടാനായിട്ട് ആ സമയം പോയത്. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്പസമയത്തിന് ശേഷം വിവേക് അടുക്കള വാതിൽ വന്ന് നിൽക്കുന്നു. അവൻ എന്തോ പറയാൻ വരുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നി. ചേച്ചി, നല്ല ദാഹമുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം കിട്ടുമോ? അവനത് ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, അതിനെന്താ, ദാ ഇങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ, ഞാൻ വെള്ളം തരാം. ഞാനത് പറയുന്ന സമയത്ത് തന്നെ അവൻ യാതൊരു മടിയും കൂടാതെ അടുക്കളയിലെ ഡൈനിങ് ടേബിളിന് അടുത്തായിട്ട് വന്നിരുന്നു. ഞാൻ വെള്ളമെടുത്ത് അവന് കൊടുക്കുന്ന സമയത്ത് അവൻ എൻ്റെ കൈകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ചേച്ചി, ചേച്ചിയുടെ കൈകളിലെ ഈ വളകളെല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ വാങ്ങിച്ച് അത് മുഴുവൻ കുടിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തന്നെ തോന്നിക്കാണും എന്ന് മനസ്സിൽ വിചാരിച്ചു. അവൻ്റെ ചിരിയിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പുതുമ പോലെ തോന്നിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവേകിന് വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമായി. കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ ചില സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു പണിക്കാരൻ എന്നതുപരി എന്ത് കാര്യങ്ങളും, അതായത് ഏകാന്തതയിലാണെങ്കിലും ശരി തന്നെ സംസാരിക്കാൻ കിട്ടുന്ന ഒരാളായിട്ട് അവൻ എനിക്ക് മാറിയിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിലെ പോലെ അടുക്കളയിൽ കയറി വെള്ളം കുടിക്കാനും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനാണെങ്കിലും അവന് യാതൊരു മടിയില്ല. ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു വിവേക് ആ സമയത്ത്. ഒരുച്ച സമയം കഴിഞ്ഞപ്പോൾ വിവേക് പണിയും കഴിഞ്ഞ് കൈയും കഴിയും അടുക്കളയിലേക്ക് വന്നു. ഞാനവിടെ ഉച്ചഭക്ഷണം റെഡിയാക്കിയായിരുന്നു. പെട്ടെന്ന് വിവേക് എൻ്റെ അടുത്ത്, എന്താ ചേച്ചി ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചു. നല്ല മണം വരുന്നുണ്ടല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്ന് മീൻകറിയാണ്. വിവേകിന് മീൻകറി ഇഷ്ടമുള്ളതല്ലേ, ഇങ്ങോട്ടിരുന്നോ, ഞാൻ വിളമ്പാം എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. വിവേക് ടേബിളിന് അപ്പുറത്തായിട്ടിരുന്നു. ഞാൻ ചോറ് വിളമ്പുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. വിവേക് ഒരു നിമിഷം എന്നോടായിട്ട് പറഞ്ഞു, ചേച്ചി, ഞാനൊരു സത്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? അതൊന്നുമല്ല ചേച്ചി, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലൊരു സുഖവും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ സംസാരിക്കുമ്പോൾ എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല.
അവൻ്റെ ആ സംസാരം ഒരു നിമിഷം ഞാൻ കേട്ടിരുന്നു. ശേഷം ഒരു പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ് വിവേക്. ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു മടുപ്പായിരുന്നു. നീ വന്ന ശേഷം എനിക്ക് ആരോടെങ്കിലുമൊക്കെ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ബെഡ്റൂമിലെ ഫാനിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നെന്ന് പറഞ്ഞു. വിവേക് അത് നോക്കാനായിട്ട് എൻ്റെ ബെഡ്റൂമിലേക്ക് കയറി. ആ വീട്ടിലെ ഏറ്റവും സ്വകാര്യമായ ഇടമായിരുന്നു എൻ്റെ ബെഡ്റൂം. ഇവിടെ നല്ല തണുപ്പാണല്ലോ ചേച്ചി, ഈ മുറി കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അത് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു സ്റ്റൂൾ എടുത്തിട്ട് ഫാൻ പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ താഴെ നിന്നുകൊണ്ട് അവനെ സഹായിക്കാൻ സ്റ്റൂളിൽ പിടിച്ചു നിന്നു. ഫാൻ ശരിയാക്കുന്നതിനിടയിൽ വിവേകിൻ്റെ കയ്യിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ താഴെ വീണിരുന്നു. പെട്ടെന്ന് ഞാൻ ആ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തത് വിവേകായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ആ ഒരു സാമീപ്യവും കാര്യങ്ങളെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് ഞാൻ വരവേറ്റത്. പെട്ടെന്ന് അവൻ എന്നോടായിട്ട് പറഞ്ഞു, ചേച്ചിയുടെ സാരി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, കാണാൻ അത്യാവശ്യം നല്ല ലുക്കുണ്ട് അത് ഉടുക്കുന്ന സമയത്ത്. പിന്നെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഈ സാരി ഉടുക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെല്ലാം അവൻ പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ കത്തിവെച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു. പക്ഷേ അവൻ പണിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കൂടുതലും എൻ്റെ അടുത്ത് സംസാരിക്കാനായിരുന്നു അവന് താല്പര്യം. പക്ഷേ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം പണി തീരുന്നതുവരെ അവനോടുണ്ടായിരിക്കുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാം. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതുതന്നെയായിരുന്നു അവനും അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഒന്ന് പഞ്ചാര അടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിറ്റേ ദിവസം അവൻ വരുന്ന സമയത്ത് അവൻ്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. പതിവിലും കൂടുതലൊരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ ആ നിമിഷം അടുക്കളയിൽ ചെറിയ ജോലിയിലായിരുന്നു. മീര ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നു എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത്. ആ വിളിയിൽ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേക സുഖം തോന്നി. അവൻ പുറത്തുനിന്ന് കൈയെല്ലാം തുടച്ച് ഉമ്മറത്തേക്ക് വന്നു. വിവേകിൻ്റെ ആ കവർ എനിക്ക് നേരെ നീട്ടി. ഇതെന്താ വിവേക്, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ? ഇതൊന്ന് തുറന്നു നോക്ക് ചേച്ചി, ഇന്നലെ ടൗണിൽ പോയത് കൊണ്ട് അങ്ങനെ കണ്ടതാ. കണ്ടപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ആ കവറൊന്ന് തുറന്നു. അതിമനോഹരമായ ഒരു മോഡേൺ കുർത്തിയും പിന്നെ ലെഗിൻസുമായിരുന്നു അത്. കടും നീല നിറത്തിലുള്ള ആ ഒരു വസ്ത്രം കണ്ട സമയത്ത് തന്നെ എൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഇടാറില്ല കേട്ടോ വിവേക്. സാരിയല്ലേ എപ്പോഴും, നീ എന്നെ സാരി ഉടുത്തല്ലേ കണ്ടിട്ടുള്ളൂ. ആ അത് ശരിയാണ് ചേച്ചി, ഞാൻ ചേച്ചി എപ്പോഴും കാണുമ്പോഴും ചേച്ചി സാരി തന്നെയാണ്. പക്ഷേ ചേച്ചി സാരിയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. ഇതൊന്ന് ഇട്ട് നോക്കണമെന്ന് എനിക്കൊരാഗ്രഹം. പിന്നെ അതുകൊണ്ടാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. എപ്പോഴും ഇങ്ങനെ സാരി മാത്രം കണ്ടാൽ പോരല്ലോ, ചേച്ചിക്ക് ഇത് നന്നായിട്ട് ചേരും. എനിക്ക് വേണ്ടി ഇതൊന്ന് ഇട്ട് നോക്കിക്കൂടെ ചേച്ചിക്ക്? അത്രയും നേരം നിന്ന് ആ ചെറുക്കൻ ഇങ്ങനെ നിർബന്ധിക്കുകയായിരുന്നു. അവൻ്റെ ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഏതായാലും അവൻ കൊണ്ടുവന്ന ഡ്രസ്സല്ലേ, അതൊന്ന് റൂമിൽ കൊണ്ടുപോയി ഇട്ടേച്ച് വരാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ശേഷം ആ ഡ്രസ്സുമായിട്ട് ഞാൻ അകത്തേക്ക് പോയി. അതിനുശേഷം എനിക്ക് ഒട്ടും പാകമാവുന്നില്ലെങ്കിലും ഞാൻ അതൊന്ന് നോക്കി. എടുത്തതിന് ശേഷം എല്ലാം അടിപൊളിയാണ്. ശേഷം എല്ലാം ഒന്ന് മാറി അവൻ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഞാനിങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കുന്നത്. കണ്ണാടിയിൽ കുറേ നേരം ഇങ്ങനെ നോക്കിയ സമയത്ത് കുറച്ച് ചെറുപ്പമായതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ശേഷം ഞാൻ പതുക്കെ ഒന്ന് പുറത്തേക്ക് വന്നു. കാരണം എനിക്ക് ചെറിയ ചമ്മലുണ്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. കാരണം സാരിയിൽ കാണുന്നതിനെ പെട്ടെന്ന് ഒരു ചമ്മലും എന്തൊക്കെയോ എനിക്ക് പോലെ തോന്നിയിരുന്നു. വിവേക് ആ സമയം ബെഡ്റൂമിൻ്റെ വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എന്നെ ആ വേഷത്തിൽ കണ്ടതും അവൻ കുറച്ചു നേരം നോക്കി നിന്ന് പോയി. ശേഷം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ മീര ചേച്ചി, ഇത് വല്ലാത്തൊരു സുന്ദരിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൽ ചേച്ചി കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട് കേട്ടോ. എന്തൊക്കെയെ പോലെ, ചില സിനിമാ നടിമാരെ പോലെ, ചിലപ്പോൾ ഒരു സീരിയൽ നടിയെ പോലെ എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താ തമാശ പറയണോ എൻ്റെ ചെക്ക? അല്ല ചേച്ചി, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പഴയ എന്തോ ഒരു സിനിമാ നടിയെ പോലെയൊക്കെ ഉണ്ട്. ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല എൻ്റെ ചെക്ക എന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ, അതെനിക്ക് മനസ്സിലായി, ചേച്ചി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഒപ്പിക്കത്തില്ല എന്ന്. ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാണ്, അതെനിക്ക് മനസ്സിലായി.
അതറിഞ്ഞു വേണമല്ലോ നമ്മൾ പെരുമാറാൻ എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ? എനിക്കാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഈ ഒരു ഡ്രസ്സിൽ കാണാനാണ് ഇഷ്ടം തോന്നുന്നത്. കാരണം ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൊള്ളുന്ന ഒരാളല്ല ചേച്ചി. അവനത് പറയുന്ന സമയത്ത് ഞാനത് ഒരു കേൾവിക്കാരി എന്നതുപോലെ കേട്ടിരുന്നു. കാരണം അവൻ്റെ ആ ശബ്ദത്തിലും അവൻ്റെ ആ തുറന്നു പറച്ചിലും എന്തൊക്കെയോ എനിക്ക് തോന്നി. അതിൽ എന്തൊക്കെയോ എനിക്ക് വേണ്ടിയിട്ട് മാത്രം കരുതിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു സമയം ആദ്യമായിട്ടായിരുന്നു ഒരു പുതിയ വസ്ത്രത്തിൻ്റെ മണം. ആ മണം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. അതിനെ ഒരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു. തൊട്ടടുത്ത് വിവേക് നിൽപ്പുണ്ടായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. വിവേക്, എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊരൊട്ടും പിടിയില്ല. ഞാനത് പറയുന്ന സമയത്ത് വിവേക് എന്നോടായിട്ട് പറഞ്ഞു, ചേച്ചി ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട. ഇപ്പോൾ ഈ നിമിഷം അത് മാത്രം നോക്കിയാൽ മതി ചേച്ചി. ഈ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ. അത് ചേച്ചിക്കൊരു ധൈര്യമല്ലേ? അവൻ്റെ ആ തുറന്നു പറച്ചിൽ ആ വലിയ വീട്ടിലെ മുറിയിൽ ഞങ്ങൾക്കിടയിൽ ഒരു മൗനം വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ വസ്ത്രം അതണിഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം തോന്നി. ആ നിമിഷം വിവേക് തന്ന ആ ആത്മവിശ്വാസം അത് ചെറുതൊന്നുമല്ല. അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല. ഇനി പണിക്കിടയ്ക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്കാണെന്നുണ്ടെങ്കിൽ വിവേക് അകത്തേക്ക് വരുമായിരുന്നു. ആ സമയം എന്നോട് സംസാരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അവന്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവന് എല്ലായിടത്തും വളരെയധികം സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഉണ്ടതുകൊണ്ട് മാത്രമാണ്. അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ സമയത്ത് ഞാൻ വിവേകിന് വേണ്ടിയിട്ട് ഒരു ചായ ഇടുകയായിരുന്നു. വിവേക് പതുക്കെ അടുക്കളയിലേക്ക് വന്നു നിന്നു. ഞാൻ ആ നിമിഷം അവൻ വാങ്ങിച്ചുകൊണ്ടുവന്ന ആ ഒരു മോഡേൺ കുർത്തി തന്നെയായിരുന്നു. ചേച്ചി ചേച്ചി ഈ ഡ്രസ്സ് കാണുന്ന സമയത്ത് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കവിടെ പണി ചെയ്യാനും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചെക്ക, വെറുതെ ഇങ്ങനെയിട്ട് പുകഴ്ത്തി നീ എന്നെ ആകാശത്ത് കൊണ്ടെത്തിക്കല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചി. ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. ആ, നീ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, എന്താ ഈ ചായ കുടിക്ക്. നന്നായിട്ട് അങ്ങോട്ട് കുടിച്ച എൻ്റെ ചെക്കൻ. ആ നിമിഷവും ആ ചായ വാങ്ങുന്നിടയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മീര ചേച്ചി ഒരിക്കലും ഈ 4 ചുവരിനുള്ളിൽ അങ്ങനെ തടിച്ചുകൂടാൻ പറ്റിയ ഒരാളല്ല. അങ്ങനെ ഒരാളെ അല്ല ചേച്ചി. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലുക്സും കാര്യങ്ങളും ഉണ്ട്. ചേച്ചി ഓരോ കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഞാനിപ്പോൾ മേസ്തിരി പണി തന്നെയാണ്. പക്ഷേ ചേച്ചി ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് ചെറിയൊരു കാര്യമാണെങ്കിൽ ശരി തന്നെ, ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിലും കഴിക്കുന്ന ഫുഡാണെങ്കിലും അത് ആ സമയത്ത് തന്നെ ചെയ്യുക. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കരുത്. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിന്ന് കഴിഞ്ഞാൽ ജീവിതം മുരടിച്ച് പോകത്തുള്ളൂ ചേച്ചി. ചേച്ചി വ്യത്യസ്തമായിരിക്കണം. അതാണ് എനിക്ക് ആഗ്രഹം. ആ നിമിഷം വിവേകിൻ്റെ അഭ്യർത്ഥനയോടെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഇന്ന് ഹസ്ബൻഡ് എപ്പോഴാണ് വരുന്നത് എന്നൊരു ചോദ്യം മാത്രം അവനോട് ചോദിച്ചു. അതെപ്പോഴും പതിവാണല്ലോ വിവേക്. ഈവനിങ് ആവുന്ന സമയത്ത് അദ്ദേഹം വരും. പക്ഷേ അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ ടി വിയുടെ മുന്നിലോ ഫോണിലോ ആയിരിക്കും. അത് എപ്പോഴും നടക്കുന്നൊരു കാര്യം തന്നെയാണ് വിവേക് എന്ന് പറയുമ്പോൾ വിവേക് എന്നോടായിട്ട് ചോദിച്ചു, ഇനി ചേച്ചിക്ക് ഞാൻ ഈ വാങ്ങിച്ചെന്ന കുർത്തി എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് മാത്രം ചോദിക്കുമ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങളുടെ ലൈഫിനിടയിലില്ല വിവേക്. ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോ ഒന്നും ആൾ നോക്കാറില്ല. അതുമാത്രം ഞാൻ അവനോടായിട്ട് പറഞ്ഞു. ഞാൻ എന്തെടുത്തു എന്നതോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്നോ ആർക്കും ഒരു വിഷയമല്ല. ഞാനും അവനും കൂടെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് അടുത്തായിട്ട് നിൽക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ നിമിഷം ജനലിൽ കൂടെ മഴത്തുള്ളികൾ ചില്ലി തട്ടിത്തെറിക്കുന്നുണ്ട്. പുറത്തെ തണുപ്പാണെന്നുണ്ടെങ്കിൽ അകത്തേക്കും പടർന്നു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വിവേക് എന്നോട് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ മുഖത്ത് വല്ലാത്തൊരു പേടി പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ പേടിയാവുന്നുണ്ട് വിവേക് എന്ന് ഞാൻ അവനോട് മറുപടി പറഞ്ഞു. ഈ ഒരു സ്ഥലം, ഈ ഒരു വേഷം, ഈ ഒരു സാമീപ്യം, ഇതൊന്നും എനിക്ക് എൻ്റേതല്ലെന്ന് തോന്നുമ്പോൾ ഒരു പേടി പോലെ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുക?
ശരിക്കും നീ ഇപ്പം കാണിക്കുന്ന ഈ കെയറും കാര്യങ്ങളൊക്കെ ഏതൊരാളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് വിവേക്. പക്ഷേ പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. കാരണം സമൂഹം അങ്ങനെയാണ്. ചില സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെയല്ലേ വിവേക്? ഞാൻ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തും മൗനമായിരുന്നു മറുപടി. അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഇഷ്ടങ്ങൾ നീയാണ് തീരുമാനിക്കേണ്ട മീര, അത് മറ്റാരുമല്ല എന്ന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് അവനൊന്ന് ചിരിച്ചു. ആ നിമിഷം എന്തോ എനിക്കെന്തോ ഒരു പേടി പോലെ. സമയം ഒരുപാടായി വിവേക്, ഇനിയിപ്പോൾ നിന്റെ പണി കഴിയാറായില്ലേ, പോകാൻ സമയമായിട്ടുണ്ടല്ലേ എന്ന് മാത്രം ഞാൻ അവനോട് ചോദിച്ചു. പെട്ടെന്നാണ് അവൻ ക്ലോക്കിലേക്ക് നോക്കിയത്. സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു, പോകാനായിട്ടുള്ള സമയമായിരിക്കുന്നു. ഞാനെന്നാ റെഡി ആവട്ടെ എന്ന് മാത്രം എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്ത് മൗനമായിരുന്നു. ആ സമയം എന്തോ ഒന്ന് കൈവിട്ടു പോകുന്ന പോലെ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും നേരമുള്ള സംസാരം, അത്രയും നേരം ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നാളെ നീ ജോലിക്കിവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ മൗനമായിരുന്നു. ആ സമയത്ത് കുറച്ച് നേരം ഒന്നും മിണ്ടാതെ നിന്നിട്ട് എന്നോടായിട്ട് പറഞ്ഞു, നാളെ ചിലപ്പോഴേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാനും മിണ്ടാനും ആരുമില്ല കേട്ടോ എന്ന് മാത്രം തിരിച്ച് മറുപടി പറയുമ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ വരാൻ നോക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരു പുഞ്ചിരി കാണിച്ചു. ആ ഒരു പുഞ്ചിരിയിൽ ഒരുപാട് മധുരമുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നി, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മധുരം എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് തന്നെ. ചില സമയത്ത് തോന്നും ഒറ്റയ്ക്കിരിക്കുന്നതാണ് ലൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ ആരുമായിട്ടെങ്കിലും സംസാരിക്കുന്നതാണ് ലൈഫ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഞാൻ ഈ സമയം എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു, സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു, ആ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആരുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെല്ലാം മാറുന്നൊരു സമയമായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ തന്നെ വിവേക് അവിടേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു പുഞ്ചിരിയോടെ വിവേകിനെ വരവേറ്റു. ആ ടൈമിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, ഇന്നലെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും സംഭവിച്ചായിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ലടാ, നീ പോയതിനു ശേഷം പിന്നെ ഭയങ്കര ബോറായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. ഓ, അത് സംസാരിക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ടാണ് എന്ന് വിവേക് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്, നിന്റെ സാമീപ്യം അത് വല്ലാത്തൊരു എഫക്റ്റ് കാര്യമാണ് എൻ്റെ വിവേകെ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ കഴിക്കാൻ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് വിളിച്ചു. അവിടെ അവന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു ചെറിയ കിണ്ണത്തപ്പം ഉണ്ടാക്കി വെച്ചു. ഇത് നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അവന് ഞാൻ എടുത്തു കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് എനിക്ക് അവനെടുത്ത് വെച്ച് തന്നു. എടാ, ഇതിന് നീയാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഇപ്പം എന്തൊക്കെയാലും ചേച്ചി കഴിയേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. നിനക്കിപ്പം എന്നെ ചേച്ചി എന്നൊക്കെ വിളിക്കാറായല്ലേ, ഇന്നലെ നീ എടി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചിയൊന്ന് ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നീ പിന്നെ പേര് വിളിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരുപാട് പ്രായം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ എന്ന് ഞാൻ പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് മീര എന്ന് വിളിക്കുന്നതും മീര ചേച്ചി എന്ന് വിളിക്കുന്നതും പിന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിൻ്റെ ഈ സംസാരം കേട്ടിരിക്കാൻ ഒരുപാട് രസമുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കൊരുപാട് മിസ് ചെയ്തതും ഈ സംസാരം തന്നെയാണ്. നീ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. നമ്മുടെ ഈ പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ലേ, അതേ കണക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതിങ്ങനെ എല്ലാവർക്കും തോന്നുന്ന കാര്യമല്ലേ ചേച്ചി, നമ്മുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ ചേച്ചി അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊക്കെ വരുമ്പോൾ അത്രയും നല്ല ഫീലൊക്കെ തോന്നത്തില്ലേ സംസാരിച്ചിരിക്കുമ്പോൾ? അത് തന്നെയാണ്. ഓവ നീ തരുമ്പം അതിൻ്റെ പ്രത്യേക ഫീലുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേച്ചി, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ചേച്ചിയുടെ ഹാപ്പിയും എൻ്റെ ഹാപ്പിനെസ്സും അതൊക്കെ തന്നെയാണ് എനിക്ക് വലുത്, മറ്റൊന്നും എനിക്കത്ര വലുതൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ നിർത്തി. അന്നത്തെ ദിവസത്തെ പണി കഴിയുന്ന സമയത്ത് ഞാൻ അവന് ഓരോ ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഇന്ന് അവൻ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഭക്ഷണം നന്നായിട്ട് കഴിച്ച് എൻ്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും അവൻ്റെ മനസ്സിലുണ്ടാവണം എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ അവൻ്റെ ഓർമ്മകളും
പിന്നെ ഇനി എപ്പോഴാണ് കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ഒരുപക്ഷെ നമുക്ക് പിന്നീട് കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ കാണുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും പറയുന്ന സമയത്ത് എന്ന് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് അടുത്ത പാർട്ടില്ല. അടുത്ത പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനിയൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.